ഷെയ്ഖുനുണ്ടല്ലോ, ഷെയ്ഖുനെ ഇടക്ക് ഇങ്ങനെ സ്വപ്നം കാണും. എന്നിട്ട് മൂപ്പര് മുജാഹിദീങ്ങളോട് പറയും, ഖബറിന്ന് നേരിട്ട് ഞാൻ വിളിച്ചത് കേട്ടോ, എനിക്ക് ആ വിശ്വാസം ശരിക്കുണ്ട്, നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ശരിക്കറിയില്ലേ, നിങ്ങൾ നമ്പർ 1 മറ്റേ പരമ്പരയല്ലേ, നിങ്ങൾക്കത് ഉണ്ടാവില്ലേ? അപ്പൊ അതിൽ നമുക്കൊരു തർക്കമൊന്നുമില്ല. അപ്പൊ മൂപ്പര് കണ്ടൊരു സ്വപ്നം പറഞ്ഞോളൂ, ഒരു കേട്ടോളൂ നിങ്ങൾ, ബഹുരസാണ്. കാന്തപുരം കണ്ടൊരു സ്വപ്നം, എന്നിട്ട് സ്വപ്നത്തിൽ എന്തേ ഉണ്ടായിന്നും കേട്ടോളീൻ. ഇവരൊക്കെ സ്വപ്നം ഇങ്ങനെ കാണുന്നതും ഇവര് ജനങ്ങളെ പഠിപ്പിക്കുന്നതും ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലേന്ന് നിങ്ങൾ ഈ സ്വപ്നം കേട്ടിട്ട് നിങ്ങൾ പഠിച്ചോളണം. കേട്ടോളൂ കാന്ത സ്വപ്നം. അല്ലാഹു ചെയ്ത നിഅമത്ത് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു ചെയ്ത നിഅമത്ത് എടുത്തു പറയണം എന്ന കൽപ്പന പ്രകാരം സാധുവായ വിനീതനായ ഞാൻ പറയുന്നു. ഞാനും ഉള്ളാൾ തങ്ങളും കൂടി ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്തു. സിയാറത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളോട് പറഞ്ഞു, അങ്ങയുടെ ഹിക്മ എന്ന കിതാബ് ദർസ് നടത്താൻ എനിക്ക് ഇജാസത്ത് തരണം. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളും പറഞ്ഞു, അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഇജാസത്ത് തരണം. ആരോട് പറയുന്നു? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയോട് തന്നെ. ആർക്കും സംശയം വേണ്ട, അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഒരു മിനിറ്റ്, അത് മൂപ്പരെ ഇസ്ലാമാണ്. അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. പച്ചക്കള്ളം പറഞ്ഞതാണ്. അത് കാന്തപുരത്തിന്റെ ഇസ്ലാമാണ്, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമല്ല. തുടരട്ടെ സ്വപ്നം. അങ്ങനെ സിയാറത്ത് കഴിഞ്ഞ് അന്ന് തന്നെ രാത്രി എയർപോർട്ടിലേക്ക് പുറപ്പെട്ട് പ്ലെയിനിൽ കയറി ബോംബെയിലേക്ക് വന്നു. അന്ന് രാത്രി ഉറങ്ങിയില്ല. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ബോംബെയിൽ തന്നെ താമസിക്കുകയാണ്. അവിടെ അബ്ദുൽ മജീദ് ഹാജിയുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ സാധുവായ എനിക്ക് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ കാണാൻ കഴിയുന്നു. എന്നോട് പറയുന്നു, നിനക്ക് ഹിക്മ ദർസ് നടത്താൻ ഞാൻ ഇജാസത്ത് തരാം, പക്ഷേ നീ എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കണമെന്ന നിബന്ധന പ്രകാരം. ഞാൻ പറഞ്ഞു, എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കുമെന്ന നിബന്ധന ഞാൻ ഏറ്റെടുക്കുകയില്ല. നിങ്ങളെ കഴിവനുസരിച്ച് തഖ്വ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നഅം അജസ്തുക, നിനക്ക് ഞാൻ ഇജാസത്ത് തന്നു എന്ന് പറഞ്ഞു. കേട്ടില്ലേ? ചുരുക്കി പറയാ, മിസ്രിൽ പോയിട്ട് ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി എന്ന് പറയുന്ന ആളെ ഖബറിങ്ങ് പോയിട്ട് മൂപ്പര് ഉള്ളാളെ തങ്ങളും കൂടി പറഞ്ഞു, നിങ്ങളുടെ കിതാബായ ഹിക്മ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഹിക്മ എന്ന് പറഞ്ഞിട്ട് ഇബ്നു അത്താഇന്റെ ഒരു കിതാബുണ്ട്. ആ കിതാബ് ദർസ് നടത്താൻ നിങ്ങൾ എനിക്ക് അനുവാദം തരണം. അപ്പൊ മുജാഹിദുകൾ നെറ്റി ചുളിക്കണ്ടാന്ന് ഖബറിലുള്ള ആളോട് എന്നെ ചോദിച്ചത്. അത് ഇസ്ലാമാണ്, മൂപ്പന്റെ ഇസ്ലാം. എന്നിട്ട് അങ്ങനെ ചോദിച്ചു അവരോട് പോന്നു. അവിടുന്ന് ഉള്ള ആളും മൂപ്പരും കയറി അവിടുന്ന് പിന്നെ ഫ്ലൈറ്റ് കയറി അവിടെ ബോംബെയിൽ ഇറങ്ങി. അന്ന് രാത്രി ഉറങ്ങിയില്ല. അന്ന് രാത്രി ഫുള്ള് ബോംബെയിൽ ഉറക്കൊഴിച്ചു. ശരി, രാത്രി ഫുള്ള് ഉറക്കൊഴിച്ചാ പിന്നെ പിറ്റേന്ന് ഉറക്കത്തിന്റെ ക്ഷീണല്ലേ, പിന്നെ പലതും കാണുമല്ലോ. ഇനിയിപ്പോ ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ ഉറങ്ങാനായപ്പോ പിന്നെ പലതും കാണും. ആ കണ്ടിട്ട് എന്ത് ഒരാ ഇബ്നു അത്താഉല്ലാഹി മുമ്പില്, സിക്കന്ദരി മുമ്പിൽ വന്നിട്ട് പറയാണ്, അജസ്തുക, നിനക്ക് ഞാൻ ഇജാസത്ത് തന്നിരിക്കുന്നു, എന്റെ കിതാബ് ദർസ് നടത്തിക്കോ, പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇത് തഹജ്ജുദ് നിസ്കരിക്കണം. എനിക്ക് അങ്ങനെ എപ്പോഴും പറ്റൂലോ. ഉത്ബിയത്തും റാത്തീബും പിന്നെ ഈ പോക്കും വരവും അതൊക്കെ പലപ്പോഴായിട്ട് അങ്ങനെ എപ്പോഴും കഴിയൂലോ. എന്റെ കഴിവിന്റെ പരമാവധി ചെയ്തോളാ. ആ ശരി, എന്നാൽ ആ കരാറിന്റെ മേൽ ഞാൻ നിനക്ക് അനുവാദം തന്നു. നോക്കണം, നിങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ശൈത്താനിയത്ത്, ശൈത്താനായി വരുന്നത്
ശൈത്താനാ വരുന്നത്. ഉറങ്ങാത്തവന്റെ മുമ്പിൽ വിറ്റേഴ്സും ഇന്നേക്ക് ആയിട്ട് ഇങ്ങനെ വരണെന്ത് മുപ്പരവും വിചാരിച്ചിങ്ങനെ വരപ്പോ അപ്പൊ ശൈത്താന് നല്ലതായി. അതാ ആരാ വന്നത് എന്നും ഇങ്ങനെ ഏത് ആൾക്കാരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് നടക്കും. ഇങ്ങനെ പറയുന്നവരൊക്കെ എടുത്ത് ആരാ വരുന്നത് എന്നും എന്താ അവരെ പരിപാടി എന്നൊക്കെ ചിലപ്പോ കാന്തപുരം ഉള്ള ആളൊക്കെ മറന്നിട്ടുണ്ടാവും. പണ്ട് പഠിപ്പിച്ചുകൊടുത്ത് എവിടുന്നോ കേട്ടതിന്റെ ഒരു ഭാഗം പേരോടാകുന്ന ശിഷ്യന്റെ തലയിലുണ്ടായിരുന്നു. മൂപ്പര് കാന്തപുരത്തിന് ദർസ് നടത്തി കൊടുക്കുകയാണ്. എന്താ ദർസ് നടത്തുന്നത്? നിങ്ങളെ ഈ സ്വപ്നൊന്നും വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. പേരോട് ശിഷ്യനതാ ഉസ്താദിനെ പഠിപ്പിക്കുന്നു, കേട്ടോളൂ. എന്താ അതിന്റെ വ്യാഖ്യാനം? ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉണ്ടോ? മൗലവിമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, സാധാരണക്കാരെങ്കിലും പഠിച്ചോളിന്ന്. കിതാബോധി കൊടുക്കേണ്. ഇബ്നു ഹജറിന്റെ കിതാബോധി, നവവിയുടെ കിതാബോധി കൊടുക്കേണ്. ഏത് ഉസ്താദ് എന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റൂല. പിന്നെ ഈ വരുന്നതൊക്കെ ആരാ എന്നാ പിന്നെ അങ്ങനെ കണ്ടില്ലേ? അതാരുടെ കുതന്ത്രാന്ന് മൂപ്പർ ഒന്നും കൂടി പറഞ്ഞു തരും. ആരുടെ കുതന്ത്രാണാ വന്നത്? പറയൂ, ആരുടെ കുതന്ത്രാണ്? അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. താങ്ക് യു. പറഞ്ഞതിന് വളരെ നന്ദി.